ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് ഒരു കപ്പയ്ക്ക തോരൻ തയ്യാറാക്കാം. നമ്മുടെ നാട്ടിൽ കപ്പയ്ക്ക എന്ന് പറയും, ഇത് പപ്പായ, ചില നാട്ടുകളിൽ പപ്പായ എന്നും പറയും. ഇത് നല്ല കളറുള്ള കപ്പയ്ക്കയാണ്, പക്ഷെ അത് പച്ച തന്നെയാണ്, വിളഞ്ഞു തന്നേ ഉള്ളൂ. നല്ല പച്ച കപ്പയ്ക്കയാണ്. നമുക്കത് തോരൻ വയ്ക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു ഇനം പപ്പായയാണ്. അപ്പം നമുക്കത് തോരൻ വെച്ചാലോ? അപ്പം നമ്മൾ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് നല്ലപോലെ എളുപ്പം വേവും. അപ്പം വെള്ളമൊന്നും ചേർക്കാതെ നമുക്കത് ഉപ്പ് മാത്രം ഇട്ട് ഒന്നിളക്കി അടച്ച് വേവിക്കാം. പപ്പായയ്ക്ക് ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട്. ഇതിന് ദഹനത്തിനൊക്കെ നല്ലതാണ്. ധാരാളം നാരുകളുണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. പക്ഷേ അത് ഒരുപാട് ദോഷങ്ങളുമുണ്ട്. നമുക്ക് സ്ഥിരമായിട്ട് ഇത് കഴിക്കാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ കഴിച്ചാൽ മതിയാവും. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പം നമ്മുടെ പപ്പായ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അരപ്പെന്ന് പറഞ്ഞാൽ തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, വെളുത്തുള്ളിയാണ്. ഇത്രയും ചേർത്താണ് തോരൻ ചെയ്യുന്നത്. പിന്നെ പയറിട്ട് നമുക്ക് എലിശ്ശേരിയും ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ് എലിശ്ശേരിക്കും. ഇതും ചോറിലൊക്കെ പുരട്ടി കഴിക്കാൻ തോരനും നല്ലതാണ്. അപ്പോൾ നമുക്കിനി കടുക് താളിച്ചാൽ മതിയാവും. നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം ഒഴിക്കാതെ തന്നെ നല്ലപോലെ വേവും. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തേങ്ങയുടെ കൂടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. ജീരകം എല്ലാം ചേർത്ത് നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് പപ്പായ വെന്ത് വന്നിട്ടുണ്ട്. പപ്പായ അത് നമുക്കതിൽ ചേർത്ത് അരപ്പിൽ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് ഒന്ന് പച്ച ഇടാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് അടച്ച് വേവിക്കണം. അത് പച്ച ഇടാൻ വേണ്ടിയിട്ടാണ്. എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അരപ്പിട്ടതുകൊണ്ട് നമുക്കതിൻ്റെ പച്ച ഇടാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ അടച്ച് വേവിക്കേണ്ടത്. നല്ലപോലെ എല്ലാം ഇളക്കി ഒന്ന് അടച്ച് വേവിക്കാം. നമുക്കിനി കടുകും താളിക്കാം. കടുവിൽ ഉഴുന്ന് പരിപ്പിട്ട് കടുക് വറുക്കാം. കടുക് മുളകും ഉഴുന്ന് പരിപ്പും കറിവേപ്പില ഇട്ടും കടുക് വറുക്കാം. നല്ല ടേസ്റ്റാണ്. നമുക്കിനി കടുകും കൂടെ താളിക്കാം. നല്ലതായിട്ട് നമ്മൾ അടച്ച് പച്ചയെല്ലാം കെട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി കടുക് താളിച്ചും കൂടെ ചേർക്കാം. ഈസിയുമാണ്, ടേസ്റ്റുമാണ്. കടുക് താളിച്ചതും എല്ലായിടവും ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നല്ലൊരു ടേസ്റ്റുള്ളൊരു പപ്പായയാണ്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക.